പവിത്രത്തിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ പോലീസുകാർ വന്നിട്ട് സുധാകരൻ മാഷിനെ അറസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകുന്ന സമയത്തിന് വിക്രം മുന്നിലേക്ക് ചാടി നിന്നുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, അതെന്റെയാണ്, വെറുതെ അച്ഛനെ അറസ്റ്റ് ചെയ്യേണ്ടെന്ന് പറയും. വീണ്ടും വിക്രം പറയുന്നുണ്ട്, അത് അച്ഛന്റെ ബാഗിലേക്ക് വെച്ചത് ഞാനാണെന്ന് പറയുന്ന സമയത്തിന് നിന്റെ ഒന്ന് ചോദിക്കും. ആ സമയത്തിന് മാഷും കമലമ്മയൊന്ന് ഞെട്ടിപ്പോവാണ്. വിക്രം പറയുന്നത്, എന്റെ വീട്ടിൽ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമുള്ളത് എനിക്കാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യണം, അച്ഛൻ നിരപരാധിയാണ് എന്നൊക്കെ പറയട്ടെ വിക്രം. എന്നാൽ അത് കേൾക്കുന്ന സമയത്തിന് സുധാകരൻ മാഷിന് ഭയങ്കര അങ്ങ് ദേഷ്യം വന്നിട്ട് വിക്രമിന്റെ കർണത്തിൽ ഒറ്റൊന്നങ്ങ് തീർത്തു കൊടുക്കും. എടാ, ഇനി ഒറ്റ നിമിഷം പോലും എന്നെ നിന്റെ മുന്നിൽ കണ്ടുപോകരുത്. സുധാകരൻ മാഷ് എന്ന മാഷിന്റെ അവസാന ദിവസമാണെന്ന്. എന്നിട്ട് ഈ അവസാന ദിവസം തന്നെ നീ ഇത് ചെയ്തു, അതുകൊണ്ട് എനിക്കിനി നിന്നെ കാണണ്ട, പോടാ എന്നൊക്കെ പറഞ്ഞു വിക്രമിനെ അവിടെ നിന്നും മാട്ടി ഓടിക്കുന്ന സമയത്തിന് കമലമ്മ ഭയങ്കര സങ്കടത്തിൽ മാഷി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അങ്ങനെ പോലീസുകാർ വന്നിട്ട് വിക്രമിന്റെ കയ്യിൽ വിലങ്ങിടുന്ന സമയത്തിന് തല താഴ്ത്തിക്കൊണ്ടായിരിക്കട്ടെ വിക്രം അവിടെ നിന്നും പോകുന്നത്. അങ്ങനെ കുട്ടികൾക്കും സ്കൂൾ അധ്യാപകർക്കും മുന്നിൽ ഇങ്ങനെ വിക്രമിനെ താഴിട്ട് കൊണ്ടുപോകുന്നതും കേട്ടുകൊണ്ട് അവിടെ നിൽക്കുന്ന കുറെ അധ്യാപകന്മാർ ഇങ്ങനെ മാഷിനെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഇങ്ങനെ സത്യസന്ധയും നല്ല ഗുണങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്തിന് സ്വന്തം മക്കൾക്ക് മാത്രം ഒന്നും തന്നെ പഠിപ്പിച്ചു കൊടുത്തില്ല സുധാകരൻ മാഷ്. അങ്ങനെ വിക്രമിനെ ആ സ്കൂൾ മുറ്റത്ത് വെച്ചിട്ട് പോലീസ് വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുപോവാണ്. ഇതെല്ലാം കേൾക്കുന്ന സമയത്തിന് വേദക്കൊരു ഞെട്ടിലായിരിക്കും. വേദ ചോദിക്കുന്നുണ്ട്, അപ്പോ അന്ന് വിക്രം തന്നെയായിരുന്നു മാഷിന്റെ ബാഗിൽ അത് വെച്ചത്? ശ്രീജ പറഞ്ഞിട്ട്, അങ്ങനെയാണ് അന്ന് അവൻ പറഞ്ഞത് എന്ന് പറയുന്ന സമയത്തിന് ശ്രീജ എടുത്തി, എനിക്കിതൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയാണ് വേദ. അപ്പൊ ശ്രീജയും പറഞ്ഞിട്ട്, അതെ, ഞങ്ങൾക്കാർക്കും അതൊന്ന് വിശ്വസിക്കാനേ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ പോലീസിനോടും കോടതിയോടും അവൻ അത് തന്നെ ആവർത്തിച്ചു പറഞ്ഞു. സ്കൂൾ കുട്ടികൾക്ക് അവൻ അത് വിതരണം ചെയ്യാൻ കൊണ്ടുവന്ന സമയത്തന്നെ പെട്ടെന്ന് അച്ഛന്റെ ബാഗിൽ ഒളിപ്പിച്ചു വെച്ചു എന്നാണ് അവൻ എല്ലാവരോടും പറഞ്ഞിരുന്നത്. വേദ ചോദിക്കുന്നുണ്ട്, ഇത് കേൾക്കുമ്പോൾ തന്നെ കള്ളമാണെന്ന് തോന്നുന്നില്ല ശ്രീചേർത്തി. ഒന്നാമത് വിക്രം അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. പ്രത്യേകിച്ച് അച്ഛന്റെ ബാഗില്, അതും റിട്ടയർമെന്റിന്റെ അന്ന് തന്നെ അത് ചെയ്തു എന്ന് പറയുമ്പോൾ അതങ്ങ് ദഹിക്കുന്നില്ലല്ലോ ശ്രീചേർത്തി. ശ്രീജ പറയുന്നുണ്ട്, എന്നിട്ട് വിക്രം ഇതുവരെ അത് നിഷേധിച്ചില്ലല്ലോ. അന്നു മുതൽ വിക്രമിനോട് അച്ഛൻ മിണ്ടാതായതാണ്. അതുകൊണ്ട് തന്നെ വക്കീലിനെ ഹാജരാക്കാനോ അതിനെതിരെ വാദിക്കാനോ ഒന്നും തന്നെ അച്ഛൻ മെനക്കെട്ടില്ല. എന്തിനു പറയുന്നു, വീട്ടിൽ നിന്ന് കുറച്ചു കാലം പുറത്തേക്ക് ഇറങ്ങാൻ പോലും അച്ഛൻ അന്ന് മടിയായിരുന്നു. അപ്പൊ വേദ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് കോടതി ഒരു വക്കീലിനെ അറേഞ്ച് ചെയ്ത് കൊടുത്തില്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിനെ ശ്രീജ പറഞ്ഞിട്ട്, ഉവ്, പക്ഷേ വിക്രം അത് തെറ്റ് ചെയ്തു എന്നത് പറഞ്ഞത് കൊണ്ട് തന്നെ ആരും തന്നെ വാദിക്കാൻ തുനിഞ്ഞില്ല. 4 കൊല്ലത്തേക്കായിരുന്നു വിക്രമിന്റെ ശിക്ഷ. അന്ന് വിക്രം ജയിലിൽ കിടന്ന അതേപോലെ തന്നെയായിരുന്നു അച്ഛന്റെയും അവസ്ഥ. ഉപ്പ് പോലും ഇടാത്ത ഭക്ഷണം, അതുപോലെ തന്നെ തറയിൽ കിടന്നുറങ്ങി. വിക്രം അവിടെ അനുഭവിക്കുന്ന അതേ ജയിൽ ജീവിതം തന്നെയായിരുന്നു ഇവിടെ അച്ഛന്റെയും. ഒരിക്കൽ പോലും വിക്രമിനെ ഒന്ന് കാണാൻ പോലും അച്ഛൻ തയ്യാറായില്ല. ഒരു ദിവസം വിശ്വേട്ടൻ അമ്മയെ കൂട്ടി ജയിലിലേക്ക് ചെന്നു. എന്നാൽ ഇനി ഒരിക്കലും തന്നെ കാണാൻ ജയിലിലേക്ക് വരരുതെന്ന് വിക്രം പറയുകയും ചെയ്തു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, വിക്രമിനെ അന്ന് ശിക്ഷിച്ചത് ആരാണെന്ന് വേദക്കറിയോ എന്ന് ചോദിക്കുന്ന സമയത്തിന് എന്റെ അച്ഛനല്ലേ എന്ന് ചോദിക്കും. അപ്പൊ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ അത് അറിഞ്ഞത് എന്ന് പറയും. വിക്രം വേദനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതിന് ശേഷം തന്നെയാണ് ഒരു ദിവസം വിക്രം എന്നോട് ചോദിച്ചത്, സ്വന്തം ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ച് ഒരാളെ ആരെങ്കിലും സ്വന്തം മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുമെന്നൊക്കെ. അന്നാണ് എനിക്ക് മനസ്സിലായത് വിക്രമിന് ജയിൽ ശിക്ഷ വിധിച്ചത് വേദയുടെ അച്ഛനാണെന്നുള്ള കാര്യം. വേദ ചോദിക്കുന്നതിന്, പിന്നെ എങ്ങനെയാണ് വിക്രം ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നത്? ശ്രീനിവാസ സാറിന്റെ അടുത്ത് എങ്ങനെയാണ് എത്തിപ്പെട്ടത് എന്ന് ചോദിക്കും. അന്നേരം 4 വർഷത്തെ ജയിൽ ജീവിതത്തിന് ശേഷം വിക്രം ഒരിക്കലും തിരികെ വീട്ടിലേക്ക് വന്നിട്ടില്ല. പിന്നെ എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്തിന് ആ വർക്ക്ഷോപ്പിൽ രാജേട്ടന്റെ ഒക്കെ കൂടെയായിരുന്നു. വീട്ടിലേക്ക് പോലും കയറാതെ കുടിച്ചും കഞ്ചാവ് വലിച്ചും മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ച് നടക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത് എന്ന് പറയുന്ന സമയത്തിന്, ആരാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കും. അപ്പൊ ശ്രീജ പറയുന്നത്, വിനായകനാണ് അങ്ങനെ ഇവിടെ വന്ന് പറഞ്ഞത് എന്ന് പറയും. ആണോ, വിനായകൻ ചേട്ടന് അതൊക്കെ എങ്ങനെ അറിയാന്ന് വേദ ചോദിക്കുന്ന സമയത്തിന് ശ്രീജ പറഞ്ഞിട്ട്, അതൊന്നും എനിക്കറിയില്ല, അങ്ങനെയാണ് ചേട്ടൻ ഇവിടെ വന്ന് പറഞ്ഞത്. കുടിച്ചൊട്ടും ബോധമില്ലാത്ത വിക്രം നേരെ ശ്രീനിവാസൻ സാറിന്റെ വണ്ടിയുടെ മുന്നിലേക്ക് കയറി ചെന്നതായിരുന്നു. അങ്ങനെയാണ് വിക്രം ശ്രീനിവാസൻ സാറുമായിട്ട് കൂട്ടുകൂടിയത് എന്ന് പറയാണ് ശ്രീജ. അപ്പോൾ അതാരാ പറഞ്ഞത് എന്ന് ചോദിക്കുന്ന സമയത്തിന്, അതും വിനായകൻ തന്നെയാണ് പറഞ്ഞത് എന്ന് പറയും. വിനായകൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ വിനായകന്റെ ഭാഗത്ത് എന്തോ ഒരു കള്ളത്തരമുണ്ട് എന്നുള്ള കാര്യം വേദക്ക് മനസ്സിലാവാണ്. പിന്നീട് അങ്ങനെ വേദ ഇരിക്കുന്ന സമയത്തിന് വേദയുടെ ഒരു ഫ്രണ്ട് വിളിക്കാണ്, ആ സൂഫി എന്തായി കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുന്ന സമയത്തിന് വേദയോട് പറഞ്ഞിട്ട്, അതെ, വേദയെ പ്രാക്ടീസിനായിട്ട് നിയമിച്ചു എന്ന് പറയും. വേദക്ക് ഒരുപാട് സന്തോഷമായിരിക്കും. വേദ പറയുന്നുണ്ട്, താങ്ക്സ് സൂഫി, നിന്റെ പ്രയത്നം കൊണ്ട് മാത്രമാണ് ഇത് എന്നൊക്കെ പറയും. ഇവരിങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും വിക്രം കയറി വരുന്നത്. വിക്രം വരുന്ന സമയത്തിന് വേദ മൈൻഡ് പോലും ചെയ്യാതെ നേരെ റൂമിലേക്ക് കയറി പോകുന്ന സമയത്തിന് വേദ പുറകെ ചെന്നിട്ട് പറഞ്ഞിട്ട്, ആ വിക്രം, ഒരു സന്തോഷ വാർത്തയുണ്ട് എന്ന് പറയും. വേദ ചോദിക്കുന്നുണ്ട്, എന്താ ഇത്, ഒരു സന്തോഷ വാർത്തയുണ്ട് എന്ന് പറഞ്ഞാൽ സന്തോഷമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം ചോദിക്കുന്നുണ്ട്, നിനക്ക് സന്തോഷ വാർത്ത കേട്ടിട്ട് ഞാൻ എനിക്ക് എങ്ങനെ സന്തോഷിക്കാനാണ്? എന്നാലും ഒരു സന്തോഷ വാർത്തയാകുമ്പോൾ സന്തോഷിക്കാലോ എന്ന് പറയാണ്. അതെ, എന്താണെന്ന് ചോദിക്കുമെന്ന് പറയുന്ന സമയത്തിന്, പറ എന്താണ്? അതെ, ഇനി മുതൽ വിക്രമിന് ഏതായാലും പുറത്ത് കേസ് വാദിക്കാനായിട്ട് വക്കീൽ അന്വേഷിച്ചു പോണ്ട. വിക്രമിന്റെ പഴയ കാര്യകഥകളൊക്കെ ഞാൻ അറിഞ്ഞു. ഇനി മുതൽ ഞാൻ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണെന്ന് പറയും വേദ. അപ്പൊ പിന്നെ വക്കീൽ അന്വേഷിച്ച് നടക്കണ്ടല്ലോ. ഇനിയിപ്പോ വക്കീലുണ്ടെന്ന് വിചാരിച്ച് വെറുതെ ഓരോ കുരുത്തക്കേട്ടോ തെണ്ടിത്തരങ്ങളൊക്കെ കാണിക്കാൻ പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഞാൻ തന്നെ നിങ്ങൾക്കെതിരായിട്ട് വാങ്ങിച്ച് ശിക്ഷ വാങ്ങിച്ചു തരും.
അങ്ങനെ ഞാൻ തന്നെ ശിക്ഷ വാങ്ങിച്ചിട്ട് ജയിലിലിടും അപ്പോഴോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്തിന് വിക്രം ഒന്നും മിണ്ടുന്നില്ല. വേദ ചോദിക്കുന്നുണ്ട്, അതെ ഒരു കൺഗ്രാചുലേഷൻ എങ്കിലും പറഞ്ഞൂടെ എന്ന് ചോദിക്കും. അപ്പൊ വിക്രം പറഞ്ഞിട്ട് കൺഗ്രാചുലേഷൻ എന്ന് പറയുന്ന സമയത്തിന് വേദ ചോദിക്കുന്നത്, ഇതെന്ത് കൺഗ്രാചുലേഷൻ, ഇങ്ങനെയാണോ ഒരാളോട് കൺഗ്രാചുലേഷൻ ഒക്കെ പറയാ? ഇതൊക്കെ ഫേസ്ബുക്കിലെ ഫ്രണ്ടിനോട് ഇതിനേക്കാൾ ഇഷ്ടത്തോടും സന്തോഷത്തോടും കൂടിയിട്ട് പറയുമല്ലോ. ഞാനൊന്നുമില്ലെങ്കിൽ വിക്രമിന്റെ ഭാര്യയല്ലേ, ഇനിയിപ്പോ ഭാര്യയോടെന്ന പോലെ വേണ്ട, ഒരു ഫ്രണ്ടിനോടെങ്കിലും പറയുന്നത് പോലെ നല്ല രീതിയിലൊരു കൺഗ്രാജുലേഷൻ പറഞ്ഞൂടെ, ദേ ഇതുപോലെ എന്നൊക്കെ പറഞ്ഞു വിക്രമിന്റെ കൈ പിടിച്ചിങ്ങനെ പറയാണ്. അപ്പോഴേക്കും വിക്രം അയ്യേ എന്നൊക്കെ പറഞ്ഞ് കൈ അങ്ങ് വെടിവയ്പ്പിക്കാണ്. അപ്പൊ വേദ പറഞ്ഞിട്ട്, ഓ പിന്നെ വലിയ ഗുണ്ടയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, ഞാനൊന്ന് തൊട്ടപ്പോഴേക്കും അങ്ങ് ഫീസ് പോയി. വേദ പറഞ്ഞിട്ട്, അതെ പഴയ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു, ഇതുകൊണ്ടാണല്ലേ വിക്രം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ മനസ്സിലാക്കി, ഇതുകൊണ്ടാണല്ലേ വിക്രം ഇങ്ങനെ മുഖംമൂടി അണിഞ്ഞ് നടക്കുന്നത്. ശ്രീജയടുത്ത് എന്നോട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതുകൊണ്ട് അതെല്ലാം തന്നെ ഞാൻ അറിഞ്ഞു എന്ന് പറയും വേദ. അന്നേരം വിക്രം ചോദിക്കുന്നത്, ശ്രീജയടുത്ത് നിന്നോട് എന്ത് പറഞ്ഞു എന്നായി പറയുന്നത്, അവർക്ക് എന്നെ കുറിച്ച് അറിയുന്ന കാര്യങ്ങൾ മാത്രമല്ലേ നിന്നോട് പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ ചോദിച്ച് വിക്രം അങ്ങ് ചിരിക്കും. എന്താ അത് തന്നെയല്ലേ സത്യം എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ വിക്രം പറഞ്ഞിട്ട്, അല്ല അതല്ല സത്യം, ശ്രീജയടുത്തേക്ക് എന്നെ കുറിച്ച് അറിയാവുന്നതെന്തോ അത് മാത്രമേ ഇപ്പൊ വേദ അറിഞ്ഞിട്ടുള്ളൂ, എന്നെ കുറിച്ച് എനിക്കല്ലേ അറിയാവുന്നതുള്ളൂ, സ്വയം അനുഭവിച്ച് അത്ര ആളോളം ഏതായാലും കണ്ടു നിന്നവർക്കൊന്നും അറിയില്ലല്ലോ എന്ന് പറയും. വേദ ചോദിക്കുന്നതിന്, എങ്കിൽ പിന്നെ അന്ന് ആരാണ് അങ്ങനെ ചെയ്തതെന്നുള്ള കാര്യം വിക്രമിന് അറിഞ്ഞൂടെ, വിക്രം എങ്ങനെയാണ് പിന്നെ മയക്കുമരുന്നിനും മദ്യത്തിലേക്കൊക്കെ പെട്ടത് എന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം പറഞ്ഞത്, ഞാൻ ഒരിക്കലും മയക്കുമരും മദ്യമൊന്നും ഉപയോഗിച്ചിട്ടില്ല, തീരെ ഉപയോഗിച്ചിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, ജീവിതത്തിൽ ഒരേ ഒരു തവണ മാത്രമേ ഞാൻ അത് ഉപയോഗിച്ചിട്ടുള്ളൂ. ഒരു ദിവസം ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഏതായാലും മദ്യത്തിൽ കുറച്ചധികം വിഷം ചേർത്തിട്ട് അത് കഴിക്കാൻ നോക്കിയിട്ടുണ്ട്. വിക്രം ഒരു ദിവസം ബ്രാൻഡി എടുത്ത് അതിലേക്ക് വിഷം കലർത്തിയിട്ട് അത് കുടിച്ചിട്ട് നേരെങ്ങനെ ചെന്ന് വീഴുന്നത് ശ്രീനിവാസൻ സാറിന്റെ കാറിന്റെ മുന്നിലേക്കായിരിക്കും. അന്ന് വിക്രം ആരാണെന്ന് പോലും അറിയാതെ ശ്രീനിവാസൻ സാർ ഏതായാലും വിക്രമിന്റെ ജീവൻ രക്ഷിച്ച് നേരെ ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടെത്തിക്കുന്നുണ്ട്. അങ്ങനെ ശ്രീനിവാസൻ സാർ കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത് കൊണ്ട് മാത്രമായിരിക്കട്ടെ അന്ന് വിക്രമിന്റെ ജീവൻ പോലും രക്ഷിക്കാൻ കഴിഞ്ഞത്. പിറ്റേ ദിവസം രാവിലെ തന്നെ ശ്രീനിവാസൻ സാർ വീണ്ടും വിക്രമിനെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തും. വിക്രമിനെ വിളിച്ചുണർത്തിക്കൊണ്ട് തന്നെ ശ്രീനിവാസൻ സാർ ഇങ്ങനെ പരിചയപ്പെടുത്തുന്ന, ഹലോ വിക്രം, എന്റെ പേര് ശ്രീനിവാസൻ, ശ്രീകാരൻ ശ്രീനിവാസൻ എന്ന് പറയും. താൻ ബ്രാൻഡിൽ വിഷം ചേർത്ത് കുടിച്ച് എന്റെ വണ്ടിക്ക് മുന്നിലാണ് വന്ന് പെട്ടത്. ആദ്യം ഞാൻ വിചാരിച്ചു വല്ല പ്രേമനാരാശം വല്ലതും ആയിരിക്കുമോ എന്ന്, പിന്നീട് ഞാൻ നിന്നെ പറ്റിയിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് അന്വേഷിച്ചു. താൻ ഏതായാലും അങ്ങനെ വലിയൊരു തെറ്റ് ചെയ്യുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, കാരണം അത്രമാത്രം ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആയിരുന്നല്ലോ താൻ. അച്ഛൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ അന്നേ ദിവസം തന്നെ അച്ഛൻ്റെ ബാഗിൽ അതുപോലത്തെ ഒരു സാധനം താൻ കൊണ്ടുപോയി വെക്കുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അന്നേരം അത് ഞാനല്ല ചെയ്തതെന്ന് ഇങ്ങനെ വിക്രം പറയുന്ന സമയത്ത് തന്നെ ശ്രീനിവാസൻ സാർ പറഞ്ഞിട്ട്, അതെനിക്ക് മനസ്സിലായി, പക്ഷേ അന്നത് ആരാണത് ചെയ്തത്? അപ്പൊ വിക്രം ഒന്നും മിണ്ടാതെ നിൽക്കുന്ന സമയത്ത് തന്നെ ശ്രീനിവാസൻ സാർ പറഞ്ഞിട്ട്, ഏതായാലും താൻ ഒരു കാര്യം ചെയ്യേ, അതെ നമ്മുടെ ജീവൻ കളയാനുള്ള അവകാശം ഏതായാലും നമുക്കില്ല. പിന്നെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ആ കാലത്ത് ഇതുപോലെ ചില കേസുകളിലൊക്കെ ചെന്ന് പെട്ടിട്ടുണ്ട്, സ്പിരിറ്റ് കച്ചവടം അങ്ങനെ പല കാര്യത്തിലും ഞാൻ ചെന്ന് പെട്ടിട്ടുണ്ട്. ഏതായാലും ഈ മയക്കുമരുന്നിന്റെ കാര്യങ്ങളൊന്നും എൻ്റെ ലിസ്റ്റിലില്ല കേട്ടോ. താൻ ഒരു കാര്യം ചെയ്യേ, താൻ ഇനി എൻ്റെ കൂടെ അങ്ങ് കൂടിക്കോ, താൻ ഏതായാലും ഇനി മുതൽ എൻ്റെ കൂടെ കൂടിക്കോ. അല്ല താൻ എന്താ വീട്ടിൽ കയറാത്തത്, തന്നെ വീട്ടിലേക്ക് കയറ്റാത്തതാണോ അത് ഇനി താനോ വീട്ടിലേക്ക് കയറി പോവാത്തതാണോ എന്ന് ചോദിക്കുന്ന സമയത്തിന് രണ്ടും ഒരുപോലെ തന്നെയാണെന്ന് പറയാണ് വിക്രം. ഒരു കാര്യം ചെയ്യേ, തൽക്കാലം നീ എൻ്റെ കൂടെ കൂടിക്കോ എന്നൊക്കെ ഇങ്ങനെ ശ്രീനിവാസൻ സാർ പറയട്ടെ വിക്രമിനോട്. അങ്ങനെയായിരിക്കും ശ്രീനിവാസൻ സാറിന്റെ കൂടെ വിക്രം കൂടുന്നത്. കാര്യങ്ങളെല്ലാം തന്നെ വിക്രം പറഞ്ഞു കൊടുത്തതിന് ശേഷം വേദ ചോദിക്കുന്നുണ്ട്, ഓഹോ അപ്പോൾ നിങ്ങളുടെ ജീവൻ രക്ഷിച്ച ആളാണല്ലേ ശ്രീനിവാസൻ സാർ, അപ്പോൾ അതിനുള്ള കമ്മിറ്റ്മെന്റ് ആണോ നിങ്ങൾ അദ്ദേഹത്തോട് ഈ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് വേദ. അങ്ങനെ വേദ വിക്രമിനെ മനസ്സിലാക്കുന്ന ആ ഒരു രംഗം കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.